നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകകപ്പിൽ കമ്പെണ്ണി കഴിയുന്ന നിന്റെ അക്കുവിനെ കണ്ടു പറയണം, ഞാനാണ് ശ്രേയയ്ക്ക് കല്യാണ സാരി സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അവൻ സന്തോഷിക്കട്ടെ. അവന്റെ സന്തോഷം കാണുമ്പോ നിന്റെ മനസ്സ് നിറയും. നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. താലികെട്ടിന്റെ മുഹൂർത്തത്തിന് കൊടുക്കാനുള്ള സാരിയാ. എങ്ങനെയുണ്ട് മമ്മി? നല്ല ഭംഗിയുണ്ട് മോളെ. ഡിസൈനും കളറും കൊള്ളാം. നിനക്ക് നന്നായി ചേരും. ചാരുവിന്റെ സെലക്ഷനാ. നാട് തെണ്ടി തെരുവുകൾ തോറും സാരി വിൽക്കുന്നവളുടെ സെലക്ഷൻ മോശാവില്ലല്ലോ. മോളോട് ചോദിക്കണോന്ന് വിചാരിച്ചതാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിളിച്ച ഉടനെ അല്ല ഈ ചാരു സാരി എടുക്കാൻ വന്നത് എങ്ങനെയാ? മോളെന്താ ഒന്നും പറയാതിരുന്ന് ചിരിക്കുന്നേ? ചാരു വാശിയുടെ കാര്യത്തിലൊട്ടും പുറകിലല്ലോ. വാശിക്കാരിയാ, പക്ഷേ ആ വാശിയൊക്കെ അവൾ കാണിക്കുന്നത് എന്നോടാണെന്ന് ഓർക്കണം. എന്നോട് അവൾക്ക് എതിർത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല മമ്മി. അവളുടെ മുന്നിൽ ഞാനൊരു ബൗണ്ടറി വരച്ചിട്ടുണ്ട്. അത് വെട്ടിച്ച് അവൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മോളെന്താ അവൾക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നത് പോലെ പറ. മമ്മിക്ക് മനസ്സിലാവണമെങ്കിലേ ഒരു കാര്യം കൂടി അറിയണം. എന്താ മോളെ? എന്റെ ആകാശിന്റെയും ഫോട്ടോ വെച്ച് ഫ്ലെക്സും പോസ്റ്ററും അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചതും വെച്ചതും ആരാണെന്നാ മമ്മി വിചാരിച്ചത്? അറിയാം മോളെ, ആ ചതിയൻ റാസ്കൽ ആകാശല്ലേ? ആകാശല്ല, അത് ചെയ്തത് ഞാനാ. നീയോ? അതെ, ഞാൻ തന്നെ. മോളെ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിന്റെ ദോഷം നിനക്ക് തന്നെയല്ലേ? ഇല്ല മമ്മി, ആ പോസ്റ്ററുകളും ഫ്ലെക്സും കൊണ്ട് എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല. അകത്ത് കിടക്കുന്നത് ആകാശല്ലേ. അവനാണിത് ചെയ്തതെന്ന് നാട് മുഴുവൻ അറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക് മമ്മി, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എല്ലാം നമ്മുടെ വഴിക്ക് വന്നില്ലേ? കല്യാണം മുടക്കാൻ നടക്കുന്ന ആകാശനും ചാരുവിനും ഞാൻ വെച്ചൊരു ചെക്ക്. ആകാശിനെ പുറത്തിറക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണമെന്ന് ചാരുവിനോട് ചെറിയൊരു ഭീഷണി. അതിലവള് വീണു. അവളെക്കൊണ്ട് ഇനി ഒരു ശല്യവും നമുക്കുണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ കല്യാണ സാരി എടുക്കാൻ ചാരു വന്നത്. ഇനി ഇവിടുത്തെ ബാത്റൂം കഴുകാൻ പറഞ്ഞാലും അവളത് ചെയ്യും. മോളെ, തകർത്തു. നീ എന്റെ ശ്രേയക്കുട്ടിയല്ലേ? ഇനിയിപ്പോ കല്യാണത്തിന് തടസ്സം നിൽക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. യെസ് മമ്മി, ഇത് വെറും ട്രെയിലറാ. കല്യാണം കഴിഞ്ഞാണ് മൂവി സ്റ്റാർട്ടാവാൻ പോകുന്നത്. ചാരുവും ആകാശും അവന്റെ അച്ഛനും ശ്വാസം കിട്ടാതെ ഓടുന്നത് മമ്മി ഗാലറിയിലിരുന്ന് കണ്ടു. സ്ട്രൈറ്റ് കൊടുത്ത മോതിരം കാണുന്നില്ലല്ലോ.
ഇത് ശ്രേയയുടെ പണി തന്നെ.